ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലെയിൻ ടു ട്രേഡ് എന്ന ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് മെറ്റാട്രേഡർ 5-ൽ പല ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് തിയററ്റിക്കലി മാത്രം കണ്ടിരിക്കാതെ പ്രാക്ടിക്കലി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെർട്ടിക്കൽ വീഡിയോ ആണ്. കാരണം നമ്മളൊരു ഫോറക്സ് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുകയാണ്. ഫോറക്സ് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കറൻറ്റ്ലി നമ്മൾ മെറ്റാട്രേഡർ 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഡെമോ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. റിയൽ മണി യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫോറക്സ് ബ്രോക്കറുടെ സഹായം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫോറക്സ് ബ്രോക്കറിൻ്റെ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും, കൂടാതെ ഫോറക്സ് ബ്രോക്കറിൻ്റെ സെർവർ നമ്മുടെ മെറ്റാട്രേഡർ 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കറാണ്. പേഴ്സണലി ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു ബ്രോക്കർ കൂടിയാണ്. അപ്പോൾ ഒരു ബ്രോക്കറുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നിങ്ങൾ പോകുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തൊട്ട് താഴെ പ്രൊവിൻസ് ചോദിക്കുന്നുണ്ട്, അവിടെ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നമ്മുടെ മെയിൽ ID ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മെയിൽ ID ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ മെയിൽ ID ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെൻഡ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. സെൻഡ് കോഡ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മെയിൽ IDയിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ ഒരു OTP ജസ്റ്റ് ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ എൻ്റെ കോഡ് ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുവാണ്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിവിജ്വൽ അത് ടിക്ക് മാർക്ക് കൊടുക്കുക. തൊട്ട് താഴെ ഈ രണ്ട് ഓപ്ഷൻസും ഒന്ന് ഇനേബിൾ ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ ആധാറിലുള്ള സെയിം രീതിയിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എല്ലാം കൊടുക്കുക. ജെൻഡർ ചോദിക്കുന്നുണ്ട്, സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മെറ്റാട്രേഡർ 5 തന്നെ കൊടുക്കുക. അതിനുശേഷം സ്വാപ്പ് ഫ്രീ അത് തന്നെ കൊടുക്കുക. ചൂസ് അക്കൗണ്ട് കറൻസി ചോദിക്കുന്നുണ്ട്, $, തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു എഗ്രിമെൻറ്റ് എഗ്രി ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡെപ്പോസിറ്റ് നൗവും കാണുന്നുണ്ട്, ID വെരിഫിക്കേഷനും കാണുന്നുണ്ട്. ഇവിടെ ID വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് വെരിഫിക്കേഷൻ കൊടുക്കുക. ഓൾ അതർ കൺട്രീസ് ഇത് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ ആധാർ കാർഡൊക്കെ കാണിക്കുന്നുണ്ട്. ആധാർ കാർഡ് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ ആധാറിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ആധാറിൻ്റെ ബാക്കും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. വിത്തിൻ ഒരു 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ KYCയുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ KYC വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെറ്റാട്രേഡർ 5 കണക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ മെയിൽ IDയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യണം? ആ മെയിൽ ID ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സെർവറും ലോഗിൻ IDയും പാസ്വേഡും അവിടെ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മെറ്റാട്രേഡർ 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നേരെ ഞാനിപ്പോൾ മെയിലിലേക്ക് ഒന്ന് പോകുവാണ്. അപ്പോൾ നമ്മുടെ മെറ്റാട്രേഡർ 5ൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തന്നെ MT5 ലോഗിൻ ഉണ്ട്, MT5 പാസ്വേഡ് ഉണ്ട്, MT5 സെർവർ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു MT5ൻ്റെ സെർവർ ഇവിടെ നിന്ന് കോപ്പി ചെയ്യണം.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം, നമ്മുടെ MetaTrader 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ ഞാൻ MetaTrader 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ 3 ബാർസ് കാണാൻ കഴിയും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, മാനേജ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ പ്ലസിൻ്റെ ഐക്കൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഫൈൻഡ് ബ്രോക്കർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. അവിടെ നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു സെർവർ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ബാക്ക് അടിക്കുക, ഈ ലൈവിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ബാക്ക് അടിച്ച് കളയുക. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റാർ ട്രേഡർ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ലിമിറ്റഡ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗിൻ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലോഗിൻ ഐ ഡി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യരുത്. പാസ്വേഡ് കാര്യങ്ങളൊന്നും നമ്മൾ കൃത്യമായിട്ട് അത് നോക്കി ടൈപ്പ് ചെയ്ത് മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മെയിലിലേക്ക് പോയിട്ട് ആ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ എൻ്റെ പാസ്വേഡ് കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലോഗിൻ ഐ ഡി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പാസ്വേഡിലുള്ളത് ഒന്നെങ്കിൽ ക്യാപിറ്റൽ ഐ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ എൽ ആയിരിക്കും. രണ്ടും ഏറെക്കുറെ ഇത് ഒരുപോലെയാണ്. കണ്ടോ, ഈ ഒരു കീബോർഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ സ്മോൾ ലെറ്റർ എല്ലും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ഐയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പാസ്വേഡിലുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, രണ്ടും ഒന്ന് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാനായിട്ടൊന്ന് നോക്കുക. ഇനി തൊട്ട് താഴെ ഇവിടെ സെർവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ട്രേഡർ ഫൈനാൻഷ്യൽ ഡെമോ എന്നാണ് കിടക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും സ്റ്റാർ ട്രേഡർ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ലൈവ് 3 ആണ് എൻ്റെ സെർവറായിട്ട് എൻ്റെ മെയിലിലേക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർ ട്രേഡർ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ലൈവ് 3 കൊടുക്കുന്നു. ലൈവ് 3 ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ട്രേഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.00 എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ എൻ്റെ അക്കൗണ്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പേര് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കൊരു ഫോറക്സ് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതും അതിനുശേഷം MetaTrader 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതും. അപ്പോൾ കൃത്യമായിട്ട് ഒരു ബ്രോക്കർ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇത്തരത്തിൽ MetaTrader 5 കണക്ട് ചെയ്ത് റെഡി ആയിരിക്കുക. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാവരും നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും കൂടെ ഒന്ന് ജോയിൻ ആകുക. ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം അപ്ഡേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Goodbye.